സർ, റാഗിങ് തുടക്കത്തെ ആവുകയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ഹോസ്റ്റലുകളിൽ. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇതിന് ഒരു അറുതി വരുത്തണ്ടേ? അത് സാധ്യമാണോ? സത്യമല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? എല്ലായിടവും ഉണ്ട് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ വയലൻസിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട്, അതായത് വയലൻസ് കാണുന്ന തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. ആ രീതിയിലേക്കായി നമ്മുടെ സമൂഹം. അപ്പൊ അവിടെ നോക്കുമ്പോ ക്യാമ്പസിൽ നേരിട്ട് അവന്മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് ചെയ്യും. വല്ലവന്റെയൊക്കെ ദേഹത്തൊക്കെ വരഞ്ഞിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക, അല്ലെ ഇത് ആ രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റം പിള്ളേർക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വയലൻസിലേക്ക് കുഞ്ഞുങ്ങൾ തിരിഞ്ഞെന്നുള്ളതാണ്. അതിന്റെ കാരണം ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവനൊക്കെ വരുന്ന വീടുണ്ടല്ലോ, ഇവനെയൊന്നും അല്ല ചെയ്യേണ്ട, ഈ പിള്ളേരെ അല്ല ഉപദ്രവിക്കേണ്ട, ഇവന്റെ തന്തയും തലയുണ്ടല്ലോ അവരെയാണ്. കാരണം അവര് നന്നായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട വീട്ടിൽ നിന്നാണ്. അതിന് പകരം ഇങ്ങനെയുള്ള എന്ത് തോന്നിവാസം കാണിച്ചാലും അതിന് നിന്നു കൊടുക്കും. അതാ കാര്യം. അങ്ങനെയല്ല വേണ്ടത്. നേരെ മറിച്ച് പിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം വീട്ടില്. അതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അതാണ് പ്രശ്നം. പിന്നല്ലേ ഉള്ളു സ്കൂളിന്റെയും കോളേജിന്റെയും കാര്യം വരുന്നേ. ആദ്യം വീട്ടിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ആ അടിസ്ഥാന വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഏറ്റവും നല്ല ഭവനത്തെക്കാൾ നല്ല ഒരു വിദ്യാലയവും ലോകത്തില്ല, ഏറ്റവും നല്ല രക്ഷിതാക്കളെക്കാൾ നല്ല അധ്യാപകരും ലോകത്തില്ല എന്ന് പറഞ്ഞത് അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ആ രീതി പ്രവർത്തിക്കാനൊന്ന് പഠിക്കണം. അതാരും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം, പിന്നെ ടീച്ചേഴ്സ് അത് അധ്യാപകരായാലും ബാക്കി അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നോക്കുന്ന വാർഡൻസ്, ഇതൊക്കെ ഈ കോളേജിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയൊക്കെ ഒരു സീനിയർ ടീച്ചറെയാണ് ഇതിന്, ആ അധ്യാപകനെയാണ് ഇതിന് വെക്കുന്നത്. ഇവനൊന്നും ഇതൊന്നും നോക്കത്തില്ല. അവനൊക്കെ അവന്റെ വീട്ടിൽ പോയി കിടക്കും. വീട്ടിൽ പോയി കിടന്നാൽ ഈ അധിക വേതനം വാങ്ങേണ്ട കാര്യം എന്താണ്? അതൊന്നും നടക്കത്തില്ല. കാരണം ഈ എവിടെ റാഗിങ് നടന്നോ നോക്കിക്കോളൂ. ഈ റാഗിങ് എന്ന് പറയുന്നത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലാണ് ചെയ്യുന്നത്. അവന്മാരെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അതിന് പകരം ഈ റാഗിങ് നടന്ന വീരന്മാർക്ക് ഈ അധികാരം കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് വളരെ കൂടുതലാണ്. ഇപ്പൊ ഇത് മിക്കവാറും എല്ലാ കോളേജുകളിലും ഈ നടക്കുന്നിടത്തെല്ലാം ഹോസ്റ്റലുകൾ നമ്മൾ നോക്കിക്കോളൂ, അവിടെ ആരും ചുമതലക്കാരില്ല. ചുമതല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ യുവമാരെ ഈ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് യുവമാരെ തന്നെ കള്ളന്മാരെ താക്കോൽ ഏൽപ്പിക്കുന്ന പോലെ ഈ റാഗിങ് വീരന്മാരെ ഇത് ഏൽപ്പിച്ചിട്ട് പോവാണ് ഈ പാവങ്ങളെ. കൊച്ചു പിള്ളേർ വളരെ, അതായത് ജൂനിയേഴ്സ് അങ്ങോട്ട് ചെല്ലല്ലേ, അവന്മാരെ എടുത്തിട്ട് പെരുമാറും. അവന്മാര് ചെയ്യുന്നത് എന്തുവാണെന്ന് അവന്മാർക്ക് പോലും അറിയത്തില്ല. ആ രീതിയിലാണ് ഈ സമൂഹം ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്താൽ ഏറ്റവും ആദ്യം നടപടി എടുക്കേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവന്മാര് ഈ നടപടി ഒന്നും എടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? അവന്മാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ആണ്. അതുപോലെ അടുത്ത വർഷത്തേക്ക് ഇരകളെ ഇഷ്ടം പോലെ കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ അവന്മാര് അതനുസരിച്ച് അവന്മാര് വീണ്ടും ഇതിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല. അവന്മാര് ഇതാ ചെയ്തോണ്ടിരിക്കുന്നേ. അവര് ആരും ഒന്നും ചെയ്യാതിരിക്കുമ്പോ ഇവന്മാർക്ക് അതൊരു വളമാണ്. അപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഈ റാഗിങ്ങിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ആത്മഹത്യ നമ്മൾ കണ്ടില്ലേ? അത് യഥാർത്ഥ ആത്മഹത്യ എന്ന് പറയാൻ പറ്റുമോ? കൊലപാതകമൊന്നുമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കുട്ടിയെ പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു അതിനെ. എന്നിട്ട് അവസാനം അവിടുത്തെ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന ഒരുത്തനെ ഏൽപ്പിച്ചു. പിന്നെ അതായത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. അവനെ അങ്ങോട്ട് ആ കൊച്ചിനെ ഹരാസ് ചെയ്തു. അവസാനം അത് ചാടി ആത്മഹത്യ ചെയ്തു. അവസാനം പത്തനാപുരത്തുനിന്നും പരിസരത്തു നിന്നുള്ള ഒരു 3 എണ്ണത്തിനെ അറസ്റ്റ് 4 എണ്ണത്തിനെ അവരെ ഭാവി പോയെന്നുള്ളതല്ലാതെ ആ കുഞ്ഞിന്റെ ജീവൻ പോയില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഈ പണി കണ്ടാണ് ഇപ്പൊ അത് അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇത് കടന്നു വരുന്നത്. അപ്പൊ അതിനെ ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചുമതലയുള്ള ആളുകൾ എടുക്കണം. അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും അവരെടുക്കണം. അത് എടുത്തില്ലെങ്കിൽ അവരെയൊക്കെ പണിഷ് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കണം, നമ്മുടെ സിസ്റ്റം, പോലീസ് ഉൾപ്പെടെ. കാരണം പോലീസിന് കേസെടുക്കാം. റാഗിങ്ങിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിധത്തിൽ വരും. ഒന്നാമത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ്, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ BNS അനുസരിച്ചുള്ള ഒഫൻസ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ റാഗിങ് ആക്ട് അനുസരിച്ച്, ആന്റി റാഗിങ് അതിന്റെ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് വരും.
ഇത് രണ്ടെടുക്കുമ്പോ പാർട്ടിസിപ്പൻസ് ക്രിമിനൽസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആളുകൾ. സാർ, ഇവിടെ ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ ഭാവി അത് കണക്കിലെടുത്ത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണല്ലോ ചർച്ച ചെയ്തത്. ഈവൻ ഇപ്പൊ നോക്കൂ, ഈ കോട്ടയം കേസിൽ അറ്റംപ്റ്റ് ടു മർഡർ അത് FIR-ലുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതും റാഗിങ് വർദ്ധിക്കാൻ കാരണമല്ലേ? ഉറപ്പാണ്. ഇവന്റെയൊക്കെ ഭാവി ഇവനൊക്കെ എന്തോ ഭാവി? ഇവന് ഭാവിയും ഭൂതമൊന്നും ഇല്ല. അവനൊക്കെ പോയി വേറെ എന്തെങ്കിലും തോട്ടുപണി എന്തെങ്കിലും ചെയ്ത് കഴിയട്ടെ. അത് നമുക്ക് ഇല്ല, നിരോധിച്ചേക്കാണ്. ഇല്ലെങ്കിൽ പോലും അതുപോലുള്ള പണി ചെയ്യണം. അവനൊന്നും ഇത് പഠിക്കാനുള്ള യാതൊരു യോഗ്യതയില്ലാത്തവന്മാരാണ്. അവന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യല്ല, കോളേജിൽ നിന്ന് പുറത്താക്കണം. മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇവന് കിട്ടരുത്. അതുപോലെ റെഡ് മാർക്ക് കൊടുത്ത് വേണം അവന്റെ TC കൊടുക്കാൻ. ആ രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാതെ അവനോട് അടുത്തൊന്നും ദൈന്യത കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അവനെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിന്തിക്കാൻ പ്രായമുള്ളവരാണ്. അതായത് നമ്മുടെ ജുവനൈൽ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവരാണ്. അതിന് മേളിലോട്ടുള്ളവനൊക്കെ വോട്ടവകാശമുള്ള പ്രായപൂർത്തിയായുള്ളവന്മാരാണ്. അവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഈ രീതിയിലല്ല വേണ്ടത്. അവൻ്റെ അടുത്തൊന്നും ദൈന്യതയൊന്നും പാടില്ല. ഒരു ദൈന്യതയ്ക്കും യവന്മാരെ അർഹരല്ല. കാരണം ഈ പോയ കുഞ്ഞിന്റെ ജീവൻ ആര് കൊടുക്കും? ഇത് മാത്രം ഇതിന്റെ കഷ്ടപ്പാടെന്ന് ആലോചിച്ചോളൂ. ആ കുട്ടിയായിട്ട് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പൊ ഉള്ളതാണത്. അപ്പൊ അത് വരുന്നുണ്ടെങ്കിൽ ഇവനൊന്നും ദൈന്യതയ്ക്ക് യാതൊരു അർഹതയില്ല. ഇവന്റെ അടുത്തൊന്നും ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. അവന് വേണ്ട ഒരു വിട്ടുവീഴ്ച അവന് ചെയ്യരുത്. ഏറ്റവും ക്രൂരമായ പണിഷ്മെന്റ് അവന് കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. വളരെയധികം നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.